ആ കണ്ണാടി മീശയൊക്കെ എന്നെ അടിപൊളിയാണ്. പാല എന്ന് പറയുമ്പോൾ വലിയൊരു പരിഗണന നൽകുന്നു. പാലായെ കുറിച്ച് പാല എന്ന് പറയുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ട്രാവലിംഗ് ടൂർസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പാലായിലെ യാത്രകളും വിശേഷങ്ങളും തേടിയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ നല്ലവരായ കുറച്ച് നാട്ടുകാരെയും അവരോട് കുറച്ച് കുസൃതി ചോദ്യങ്ങളും ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ ഒരു പ്രധാന സംഭവമാണ് നമ്മുടെ മാണിസാറിൻ്റെ സ്റ്റാച്യു ഉണ്ട്. മാണിസാറിനെ കുറിച്ച് നമ്മൾ പറയുവാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ജനനം 1933, ഭാര്യ, കുട്ടിയമ്മ, 5 പെൺമക്കൾ, ഏക മകൻ ജോസ് കെ മാണി. അപ്പോൾ നമുക്ക് പാലായിലെ യാത്രകളിലേക്ക് പോവാം. ബാ. പക്ഷേ നമ്മളിപ്പോൾ പാലാ സ്റ്റാൻഡിൽ ഒരു ചേട്ടനെ കണ്ടിരിക്കുകയാണ്. പരിചയപ്പെടാം. ചേട്ടാ പേരെന്ന് പറഞ്ഞു? എന്റെ പേര് ബിജി. ഓമ്പള്ളി ബിജി എന്ന് പറയും. ഓമ്പള്ളി ബിജി. അപ്പം എന്താ ചേട്ടനോട് പരിപാടി? ഞാൻ ഈ സ്റ്റാൻഡ് ലീസിന് എടുത്തേക്കുന്ന വ്യക്തിയാണ്. ഞാനിവിടെ ജനിച്ചു വളർന്ന ആളാണ്. പാലായത്തിന് ജനിച്ചു വളർന്ന അപ്പരപ്പൂപ്പന്മാരായിട്ട് ജനിച്ചു വളർന്നു. പ്രോപ്പർ പാലായാണ്. എവിടെ? പാല മുനിസിപ്പാലിറ്റിയില് പഴയ 8ാം വാർഡ്, ഇപ്പൊ പുതിയ 9ാം വാർഡിൽ താമസിക്കും. അതല്ലേ? ഇപ്പൊ ലീസിലെടുത്തിട്ട് ഇപ്പൊ 1 വർഷമായി. ഇത് ഞങ്ങള് തുടർച്ചയായിട്ട് ഞങ്ങള് കുടുംബ ചേട്ടനന്മാര് എടുക്കുന്ന, ആർക്കും വിട്ടുകൊടുക്കുന്നില്ല. ഇല്ല. അപ്പൊ ഈ പാലായെ കുറിച്ചും പാലായുടെ വിശേഷങ്ങളെ കുറിച്ചുമാണ് ഞങ്ങൾ അറിയാമെന്ന് വന്നേക്കുന്നത്. അപ്പൊ പാലായെ കുറിച്ച് ചേട്ടന് പറയാൻ എന്താ ഉള്ളത്? പാലായെ കുറിച്ച് പാല എന്ന് പറയുന്ന മനോഹരമായ, ഏതൊരു കേരളത്തിലെ എവിടത്തെക്കാട്ടിലും ഏറ്റവും സമ്പൽ സമൃദ്ധമായ ഒരു നാടാണ് മീനച്ചി താലൂക്ക്. അതായത് ഷാപ്പാടിനും ഫുഡിനും, രുചികരമായ ഫുഡിനും എന്ന് പറഞ്ഞ പോലെ എല്ലാ എന്നാ പറയുന്നത്, ഞങ്ങളുടെ മാനസാറുള്ളതിന്റെ പേരിൽ എല്ലാ സൗകര്യങ്ങളും, അതായത് ഒരു ജില്ലയുടെ വികസനം ഉള്ള ഒരു പട്ടണമാണ് പാലാ പട്ടണം. അച്ചായന്മാരുടെ നാടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അച്ചായന്മാര് തന്നെ. അത് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ലേലും ഞങ്ങള് തേച്ചലക്ക് മുട്ട ഷർട്ട് ഇട്ട് നെഞ്ചു വിരിച്ച് നടക്കുന്ന അച്ചായന്മാരാ. അങ്ങനെ ആരുടെയും പെട്ടെന്ന് താന്നു കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഞങ്ങൾക്കില്ല. മാണിസാറിനെ പറ്റി എന്താ പറയുക? മാണിസാർ എന്ന് പറയുന്നത്, അത് പറഞ്ഞാല് ഒരു ഭയങ്കരമാണ്. അത് ഞാനൊക്കെ കൊച്ചുനാളിൽ തൊട്ട് ഞങ്ങളുടെ കാരണന്മാരായിട്ട് തൊട്ട് KM മാണി സിന്ദാബാദ് വിളിച്ച് വിളിച്ചും കണ്ടു വിളിച്ചും നടന്ന, അത് പുള്ളി ഞങ്ങളുടെ ഓർമ്മ വെച്ച കാലം മുതൽ വീട്ടിലൊക്കെ വന്നാൽ തോളെ കൈയിട്ട് കാരണന്മാരോടും അതുപോലെ കൊച്ചുമക്കളോടും ഞങ്ങളോടും ഒക്കെ തോളെ കൈയിട്ട് വർത്താനം പറഞ്ഞ് ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അങ്ങത്തെ പോലെ ഞങ്ങളോട്, അതൊരു വികാരമാണ് ഞങ്ങളുടെ KM മാണി എന്ന് പറഞ്ഞു. അത് ഞങ്ങളുടെ പാലക്കാർക്ക്, അത് പാലായുടെ വികാരമാണ്. ഒന്ന് കുരിശുപള്ളി, അത് ഞങ്ങളുടെ മാണിസാറാണ്. ഇപ്പം മാണിസാറിന്റെ ഒരു അഭാവത്തില് മകനായിട്ട് ജോസ് കെ മാണി സാർ എങ്ങനെയാണ് നമ്മള് അതേ ഒരു ഇതിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും പുള്ളിയുടെ ഇടപെടലേ ജോസ് കെ മാണി. എല്ലാരും പുള്ളിയെ കുറ്റം പറയുന്നുണ്ടെന്ന് പറഞ്ഞാലും പാലക്കാർക്ക് വൻ നഷ്ടമാണ് ഈ പ്രാവശ്യം പുള്ളിയെ പരാജയപ്പെടുത്തിയത്. അതല്ലെങ്കിൽ ഇന്നിപ്പോ പാല വീണ്ടും ഇതിന്റെ 10 മടങ്ങ് പുരോഗതിയിലോട്ട് വന്നേനെ. തീർച്ചയായിട്ടും പുള്ളി ഒരു മന്ത്രിയായി പുള്ളി പാലക്കാർക്ക് വളരെ അത് പാലക്കാർക്ക് ഏറ്റവും ജീവിതത്തിൽ നഷ്ടപ്പെട്ട ഏറ്റവും വലിയ സുവർണാവസരമാണ്. ഇവിടെ ആല് നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? വെറും ആലല്ല, ആരാലെന്ന് പറയും. ആലും ആരാലും. ഇവിടുത്തെ അമ്പലത്തിലോട്ടുള്ള ഇതിന്റെ കമ്പുകളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ വേരുകളൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. ഒരുപാട് പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ ഒരു ലോഗോ തന്നെയാണ് ഈ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിൽ. പ്രൊഫസറെ, കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനകത്ത് അത്യാവശ്യം നല്ല കാഴ്ചകളുണ്ട്. ഇപ്പം തിരക്ക് ശേലം കുറഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനകത്ത് ഒരു കട നടത്തുന്ന അമ്മച്ചി നമുക്ക് പരിചയപ്പെട്ടാലോ? അമ്മേ നമസ്കാരം. പേരെന്ന് പറയാമോ? റോസമ്മ. അപ്പൊ അമ്മ ഇവിടെ എത്ര വർഷമായിട്ട് കട നടത്തുന്നു? 7 വർഷമായിട്ട് നടത്തുന്നു അല്ലേ? എവിടെ താമസിക്കുന്നത്? എവിടെയായിട്ട് താമസം? ഇവിടെ വെള്ളപ്പാടം അല്ലേ? മാണിസാറിനെ കുറിച്ച് അമ്മച്ചിക്ക് എന്നാ പറയാനുള്ളത്? മാണിസാറിനെ കുറിച്ച് നല്ല അഭിപ്രായമായിരുന്നു. നല്ല അഭിപ്രായം അല്ലേ? പാലായാലും പുള്ളി തന്നെ പാലാക്കി തന്നെ. പാലാന്ന് പറഞ്ഞാൽ മാണിസാറായിരുന്നു. അത് പുള്ളിയുടെ അതുപോലെയാണ് ജോസ് കെ മാണി സാർ. ഇപ്പം അതുപോലെ തന്നെയായിരുന്നു. ആ മാണിസാറിന്റെ അഭാവം ആ വിടവ് നികത്തി തരും അല്ലേ? അപ്പൊ എന്നാലും വളരെ സന്തോഷം. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡില് 40 വർഷത്തോളമായിട്ട് മാതാ കൂൾബാർ നടത്തുന്ന ചേട്ടനെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്നാണ്ട് വാർത്തയൊക്കെ? ഇപ്പൊ മഴക്കാലമല്ലേ? ആ പേരെന്ന് പറയാമോ? എന്റെ പേര് ശശി. നമ്മുടെ ശശിചേട്ടനാണ്. ശശിചേട്ടനോട് നമുക്ക് പാലായിലെ വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. പ്രോപ്പർ പാലായാണോ ചേട്ടൻ താമസിക്കുന്നത്? അപ്പൊ ഈ പാലായെ കുറിച്ച് ഒരു 2 വാക്ക് ഞങ്ങളുടെ പ്രേക്ഷകരോടൊന്ന് പറയാം. പാല എല്ലാം കൊണ്ടും തന്നെ നല്ലതാണ്. ആറുകളും തോടുകളും എല്ലാം ഉള്ളതുകൊണ്ടും നല്ലൊരു രാഷ്ട്രീയത ഉണ്ടായിരുന്ന മാണിസാറായിരുന്നു. പാലായ്ക്ക് വേണ്ടിയിട്ടും പാലയുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും
അങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ഒരുപാട് ചെയ്തു വെച്ചു. ഒരുപാട് റോഡുകള് പാലങ്ങളെല്ലാം ജോലികള് എല്ലാം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വെച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹം മരിച്ചുപോയെങ്കിലും അദ്ദേഹത്തിന്റെ പാത ഇപ്പോഴും മകൻ പിന്തുടരുകയാണ്, ജോസ് കെ മാണി. അദ്ദേഹം അതേ പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവെക്കുന്നു. നല്ലൊരു നേതാവാണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ്. വർഷക്കാലം ഇവിടെ നല്ല രീതിയിൽ നല്ല കാഴ്ചവെച്ചാണല്ലേ. എവിടെ ആരോട് ചോദിച്ചാലും മാണി സാറിനെ കുറിച്ച് പറയാനേ 100 നാക്കാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. രാജ്യത്തിന് ഏത് ഭാഗത്ത് ചെന്നാലും മാണി സാറിനെ കുറിച്ച് ചോദിച്ചാൽ പറഞ്ഞു തരും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മുടെ ജോസ് കെ മാണി സാർ. അതേ ഇത് തന്നെ. പ്രിയ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലായുടെ വികാരമായ KM മാണി സാറിന്റെ ഭവനത്തിന്റെ മുൻപിലാണ്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് സാറിന്റെ ഏകമകനും രാജ്യസഭാ MP-യുമായ ജോസ് കെ മാണി സാറിന്റെ അടുത്തോട്ടാണ്. അവിടെ പോയി പാലായെക്കുറിച്ചുള്ള വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് മാണി സാറിൻ്റെ വീട്ടിലാണ്. KM മാണി സാറിൻ്റെ വീടിൻ്റെ മുറ്റത്താണ് നിൽക്കുന്നത്. അപ്പോൾ രാജ്യസഭാ MP-യും മാണി സാറിൻ്റെ മകനുമായ ജോസ് കെ മാണി സാറിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. സാറേ നമസ്കാരം. നമസ്കാരം. സാർ ഇവിടെ സാറിനെ കാണാൻ പോകുന്നതാണോ? അതെ. അതല്ലേ. സാറിൻ്റെ പേര്? ഒരു സാജൻ തുടുക എന്ന് പറയും. സാജൻ തുടുക. സാജൻ തുടുക സാറാണ് നമ്മുടെ കൂടെ ഉള്ളത്. സാറിന് എവിടെ സ്ഥലം? എൻ്റെ പൈകയാണ്. പ്രോപ്പർ സ്ഥലം? അതെ, എലിക്കുളം പഞ്ചായത്ത്. എലിക്കുളം പഞ്ചായത്താണല്ലേ? ഞാൻ സാറിൻ്റെ പാർട്ടിയുടെ ആളാണല്ലേ? മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിലെ കുറെ ആൾക്കാരുടെ നിവേദനമുണ്ട് സാറിനെ കാണാമെന്നല്ലേ. അപ്പൊ എന്നും ഇവിടെ ഈ ആൾക്കാരെ ജനങ്ങളാണോ ഇവിടെ? എന്നും നല്ല തിരക്കാണ്. ഇന്ന് തിരക്ക് കുറവാണ്. ഇന്ന് തിരക്ക് കുറവല്ല. ഇനി തിരക്ക് കൂടും. സ്ഥാനാർത്ഥികളാകാനുള്ളവരും ഇനിയിപ്പോ ഇഷ്ടംപോലെ വരും അല്ലേ? അപ്പൊ ഞങ്ങള് പാലായിലെ കാഴ്ചകൾ അടങ്ങുന്ന ഒരു പ്രോഗ്രാമായിട്ട് വന്നതാണ്. അപ്പം പാലായെ കുറിച്ച് സാറിന് പാല എന്ന് പറയുമ്പോൾ ഓടി വരുന്നത് ആദ്യമേ നമ്മുടെ കുരിശുപള്ളിയാണ്. പാലാ കുരിശുപള്ളി. അതൊരു വികാരമാണ് ജനങ്ങളുടെ വികാരം. എല്ലാ പാലക്കാരെന്ന് പറയുമ്പം ജാതി മതം ഇതിന് അതീതമായിട്ടൊരു ചിന്തയാണ്. കാരണം പള്ളിയിലെ എല്ലാവരും പോകും, ഉത്സവത്തിനാണെങ്കിലും എല്ലാവരും പോകും. മാത്രമല്ല നമ്മുടെ നാട്ടിലേക്ക് ഉത്സവം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ കൂടിയാ ഉത്സവത്തിന് പിരിവൊക്കെ ഇട്ട് എല്ലാവരും കൂടെ കൂടിയാണ് അതിന്റെ. രൂപെഴുന്നള്ളിയിൽ ക്രിസ്ത്യാനോസിന്റെ പെരുന്നാളിന് രൂപെഴുന്നള്ളിയിലൊക്കെ ഉണ്ട്. അതൊക്കെ ഹിന്ദുക്കൾ വരെയാണ് എഴുന്നള്ളിക്കാൻ പോകുന്നു, പന്തിരിടാൻ പോകുന്നു. അപ്പൊ അതൊരു പ്രത്യേകതയാണ്. പിന്നെ പാലായിലെ വെള്ളം പൊങ്ങുമ്പോൾ രസമാണ്. വെള്ളം പൊങ്ങിയില്ല. നമ്മുടെ റോഷി കൃഷ്ണൻ മണലെല്ലാം ഭാര്യ കൊണ്ട് വെള്ളം പൊങ്ങിയില്ല. അത് മണല് വാരുന്നതിന് മുമ്പ് നല്ല വെള്ളം പൊങ്ങുമായിരുന്നു. പക്ഷെ സത്യത്തിൽ ഇവിടെ വെള്ളം പൊങ്ങുമ്പം ആലപ്പുഴക്കാർക്ക് കുട്ടനാടുകാർക്ക് പേടിയാ. 2 ദിവസം കഴിയുമ്പോൾ അവിടെ വെള്ളം പല കുതിച്ചു ഉയരുകയാണ്. അതിനൊക്കെ ഒരു നേതൃത്വം വഹിക്കാൻ ജോസ് കെ മാണി മുമ്പ് ഇപ്പോൾ ജോസ് കെ മാണി ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ പാലക്കാര് ഒരു ഓർക്കുന്നു കാണും. രാജ്യസഭ MP അല്ലേ? അതെ, ജോസ് കെ മാണി സാർ ഒരു മന്ത്രി ആയിരുന്നെങ്കിൽ ഇവിടെ ഇതിന്റെ ഇരട്ടി വികസനം നടന്നേനെ. മാത്രമല്ല വലിയൊരു കാഴ്ചപ്പാട് പാലാടെ, നിങ്ങൾ പറഞ്ഞ പോലെ പാലാടെ കാഴ്ച വളരെ മനോഹരമായി മാറിയാൽ. അപ്പൊ നമുക്കെന്നാ ഇനി അത് അങ്ങനെ സാധിക്കട്ടെ, വളരെ മനോഹരമായി മാറട്ടെ. ഒരുപാട് നന്ദിയുണ്ട് ഇത്ര വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന്. താങ്ക് യു വെരി മച്ച്. അമ്മ നമസ്കാരമുണ്ട്. നമസ്കാരം. എവിടെ നമ്മ വരുന്നത്? ഞാൻ മുണ്ടക്കേന്ന് വരുന്നല്ലേ. എന്തായിരുന്നു കൊച്ചിന്റെ ഒരു ആവശ്യത്തിന് ഉണ്ടല്ലേ? അപ്പം പിന്നെ എങ്ങനെയുണ്ട് സാറുമൊക്കെ ആയിട്ട്? ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. എങ്കിലും പുള്ളിക്കാരനെ കണ്ട് കാര്യങ്ങളെല്ലാം എല്ലാം സാധിച്ചു തന്നല്ലേ? നല്ല മനുഷ്യന് വളരെ നന്ദി. വളരെ നന്ദി അല്ലേ. പാലക്കാരുടെ എല്ലാവരുടെയും അഭിപ്രായം ഒരേ അഭിപ്രായമാണ്. ഓക്കെ, നന്ദിയുണ്ട്. സാറേ നമസ്കാരം. ഞങ്ങൾ പാലായിലെ വിശേഷങ്ങളും കാഴ്ചകളും എന്നൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അപ്പോൾ പാലായി വന്നപ്പോഴാണ് മാണി സാറിനും ജനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ ഇപ്പോഴും നാട്ടുകാരുടെ ഉള്ളിൽ മാണി സാർ ഇപ്പോഴും ഒരു വികാരമായി തന്നെ നിലകൊള്ളുന്നു. മാണി സാറിൻ്റെ മകൻ എന്ന നിലയ്ക്ക്
ഞങ്ങൾ പാലായെക്കുറിച്ച് ഞങ്ങൾ പ്രേക്ഷകരോട് 2 വാക്ക്. പാലായിലെ ജനങ്ങളും മണിസാറും ഈ കുടുംബവുമായിട്ട് അത്രമാത്രം ഒരു ആത്മബന്ധമുണ്ട്. അത് രക്തബന്ധത്തിനപ്പുറമുള്ള ഒരു ആത്മബന്ധമാണ്. അത് പറഞ്ഞാൽ വിവരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ എവിടെ ചെന്നാലും, അത് പുറത്ത് സംസ്ഥാനങ്ങളിൽ ചെന്നാലും വിദേശത്ത് ചെന്നാലും പാലാ എന്ന് പറയുമ്പോൾ വലിയൊരു പരിഗണന നൽകുന്നുണ്ട്, വലിയൊരു മതിപ്പ് കൊടുക്കുന്നുണ്ട്. അത് പാലായിലെ ആ സൗഹാർദ്ദവും പാലായി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റിയ ഒരു സാഹചര്യവും. അത് മാത്രമല്ല, ഇന്ന് പാലാ ഒരു മറ്റ് പ്രദേശങ്ങളിൽ ഒരു മോഡലായിട്ട് മാറിയിരിക്കുന്നു. അപ്പം ഈ റോഡ്, മുമ്പിൽ കൂടെയുള്ള റോഡ് ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ ഉൾപ്പെടെയല്ല, അതെല്ലാം ഒരു തൽക്കാലത്തിലേക്കല്ല, ഭാവി തലമുറയ്ക്കൂടെ കൂടി പ്രയോജനകരമായ ആ രീതിയിൽ പാലായിൽ എല്ലാവർക്കും ഒരു സ്വപ്നമുണ്ട്. അത് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി വീണ്ടും ഉന്നതങ്ങളിലേക്ക് കൊണ്ട് എത്തിക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് പറയാനുള്ളത്. സാർ, ഒരു കാര്യം കൂടെ, ഇപ്പം ഞങ്ങൾക്ക് സാറൊരു മന്ത്രി അത് ഞങ്ങൾക്ക് കാത്തിരിക്കാൻ പറ്റുമോ, പ്രതീക്ഷിക്കാം? സാറ് മന്ത്രിയായത് അതൊക്കെ രാഷ്ട്രീയവും അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇടപെട്ടിരിക്കുന്നത് പൊതുപ്രവർത്തനത്തിലാണ്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നു. അത് ഏറ്റവും സ്വീകാര്യമായി ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വന്യമൃഗത്തിൻ്റെ വിഷയമുണ്ടായി, തെരുവുനായയുടെ വിഷയങ്ങളുണ്ടാകുന്നു, പട്ടയത്തിൻ്റെ വിഷയമുണ്ട്, കടൽഖനനവുമായി ബന്ധപ്പെട്ടുള്ള വിഷയം, ഇവിടെ എല്ലാം ജനകീയ വിഷയത്തിൽ നമ്മൾ ഇടപെട്ടുക മാത്രമല്ല, അതിനൊരു പരിഹാര മാർഗം നടത്തണം എന്നുള്ള ഒരു ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. തീർച്ചയായും അതൊക്കെ നടപ്പിലാക്കുമ്പോൾ അതൊക്കെ ജനങ്ങളുടെ പിന്തുണയും ആ സഹായം കൊണ്ടും പ്രാർത്ഥന കൊണ്ടുമാണ്. അതാണ് ഇപ്പോൾ ലക്ഷ്യം, അതിനപ്പുറത്തേക്കില്ല. അതെല്ലാം ജനങ്ങൾ തരുന്നതാണ്. നമുക്ക് സാറിനെ കണ്ടു, സംസാരിക്കാൻ പറ്റി, നമ്മുടെ ഭാഗ്യം. ഒട്ടും പ്രതീക്ഷിച്ചില്ല സാറിനെ കാണാൻ പറ്റുമെന്ന്. എന്തായാലും നല്ല തിരക്കുണ്ട്, നിങ്ങൾ കണ്ടു കാണുമല്ലോ തിരക്കും കാര്യങ്ങളൊക്കെ. സാർ നമ്മളോട് ചോദിച്ചതിന് മറുപടി എല്ലാം പറഞ്ഞു. എന്തൊരു എളിമയായിട്ടാണ് സാർ നമ്മളടുത്ത് സംസാരിച്ച് നമ്മുടെ ചോദ്യത്തിന് മറുപടി തന്നത്. ഇതൊക്കെ തന്നെയല്ലേ പാലായിലെ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും മാണി സാറിനോടും ജോസ് കെ മാണി സാറിനോടും ഒക്കെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ കാര്യം. അപ്പോൾ നമുക്ക് പാലായിലെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് പോവാം. പാലായിൽ നമുക്ക് 2 സഹോദരിമാരെ കിട്ടിയിരിക്കുന്നു. അവരോടൊരു കുസൃതി ചോദ്യം ചോദിച്ച് ഉത്തരം പറഞ്ഞാൽ ഒരു അടിപൊളി സമ്മാനം അവർക്ക് കൊടുക്കാം. ചേച്ചി, എന്താണ് വിശേഷമൊക്കെ? ഒരു വിശേഷമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഹാപ്പിയാണോ? ഹാപ്പി അല്ലേ? എവിടെ പോകുന്നു? ഹോസ്പിറ്റലിൽ പോകണം. പോയിട്ട് വരുവാണോ? അപ്പൊ പോവുകയാണോ? പോവാ. പേരെന്ന് പറയാമോ? സുധ. സുജ. എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫാ. എവിടാ സ്ഥലം? നീലൂര് മുട്ടം എന്ന് പറയും. നീലൂര് മുട്ടം. അത് ശരി. അപ്പൊ ഒരു കുസൃതി ചോദ്യം ചോദിക്കാം, ആലോചിച്ചോണം. മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് സംഭവിക്കും? ആലോചിച്ചോ. അപ്പൊ മോളെ ഒന്ന് പരിചയപ്പെടട്ടെ. മോളെ പേര് പറയാമോ? അശ്വതി. അശ്വതി. എന്തെടുക്കുന്നു? പഠിക്കുന്നോ? ഞാൻ കൺസ്ട്രക്ഷൻ വർക്കിന്റെ ഓഫീസിലായിരുന്നു. അത് ശരി. ഞാനോടത്ത് പഠിക്കുമായിരിക്കുന്നു. അപ്പൊ ജോലിക്കാരിയല്ലേ? അത് ശരി. അപ്പൊ അശ്വതി, മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് സംഭവിക്കും? മീനെ നിങ്ങൾ കറി വെച്ച് കഴിക്കാറല്ലേ ഉള്ളൂ, പൊരിച്ച് കഴിക്കും അല്ലേ? മീനെ പിടിച്ച് കരക്കിട്ടാൽ ചത്തുപോകും. അത് ശരിയാണ്, പക്ഷെ ഉത്തരം തെറ്റാണ്. ആലോചിച്ച് പറഞ്ഞാൽ മതി. മീനെ കാക്കി എടുത്തോണ്ട് പോകുന്നു. ശരിയാ, മീനെ പിടിച്ച കരക്കിടും, തെറ്റാണ്. മീനെ കിട്ടിയ കഴിഞ്ഞാൽ കണ്ടിച്ച് മുറിച്ച് ഫ്രൈ ആക്കി തട്ടും അല്ലേ? അപ്പം മീനെ പിടിച്ച് കരക്കിട്ടാൽ മീൻ എന്ത് സംഭവിക്കുന്ന ഞാൻ ചോദിച്ചത്. മീൻ എന്ത് സംഭവിക്കും? ഓ, കറക്റ്റ് ഉത്തരം ചേച്ചി പറഞ്ഞിരിക്കുകയാണ്. മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് പറ്റാനാ? മണ്ണ് പറ്റൂ. അല്ലാതെ മുട്ടത്തുള്ള സുധചേച്ചി കറക്റ്റ് ഉത്തരം പറഞ്ഞു, ഒരു അടിപൊളി സമ്മാനം കൊടുക്കുവാണ്. അപ്പം മുട്ടത്തുള്ള സുധചേച്ചിയാണ് കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചേച്ചിക്ക് നമ്മൾ സമ്മാനം കൊടുക്കുവാണ്. താങ്ക് യു ചേച്ചി. അപ്പൊ ചേച്ചി ഒരു കാര്യം ചോദിക്കുവാണ്, നിങ്ങൾ ലേഡീസ് ആയിട്ട് ചോദിക്കാം. ലേഡീസിന് ഏറ്റവും ഇഷ്ടമാണല്ലോ സ്വർണ്ണാഭരണങ്ങൾ. സ്വർണ്ണം കണ്ടാൽ വിടാത്ത ആരുമില്ല. അപ്പൊ നമുക്ക് ഈ പാലായിലെ ഒരു ജ്വല്ലറിയെ പറ്റി ചോദിക്കുവാണെങ്കിൽ എന്താ അത്യാവശ്യം നല്ല ഒരു ഏതാ ജ്വല്ലറി ഉള്ളത്? കളക്ഷൻസുകളൊക്കെ ഉള്ള ഒരു ജ്വല്ലറി എവിടുന്നാ നിങ്ങൾ എടുക്കുന്ന സ്വർണ്ണാഭരണങ്ങളൊക്കെ? മൂഴയിൽ ജ്വല്ലറി. മൂഴയിൽ ജ്വല്ലറി. ഓ, അത് ശരി. ജ്വല്ലറി മൂഴയിൽ ജ്വല്ലറിയാണ് കൊച്ചിന് മാലയൊക്കെ എടുത്ത് അവിടുന്ന് അല്ലേ? എങ്ങനെയുണ്ട് അവിടുത്തെ കളക്ഷനും കാര്യങ്ങളൊക്കെ? നല്ല വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം നല്ല കോപ്പറേറ്റീവ് ആണ് അവരെല്ലാം അല്ലേ? ഹലോ, നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹോസ്പിറ്റൽ ജംഗ്ഷനാണ് പാലായില്. ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡിലാണ്. അവിടുത്തെ ഒരു ഓട്ടോ ചേട്ടനെയൊക്കെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടാ നമസ്കാരം. എന്നാണ് വിശേഷമൊന്നുമില്ല. ഓട്ടോ ഒക്കെ ഉണ്ടോ? ഓട്ടം വളരെ മടുപ്പാണ്. ഓട്ടം വളരെ മടുപ്പല്ലേ? മഴ ശല്യം ഉണ്ടോ? മഴ ശല്യം അല്ലേ? എന്നാലും അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. ആ പേരെന്ന് പറയാം? പേര് ഉണ്ണികൃഷ്ണൻ. ഉണ്ണികൃഷ്ണനാണ്. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ ഓട്ടോ ഓടിക്കുന്നത്? 46 വർഷം. 46. അപ്പൊ ഓട്ടോറിക്ഷ തുടങ്ങിയ കാണുന്നുണ്ട്. ഓട്ടോറിക്ഷ 40 കൊല്ലം 45 കൊല്ലം അതിൽ കൂടുതൽ ആയിട്ടില്ല ഓട്ടോറിക്ഷ ഓടാൻ തുടങ്ങിയിട്ട്. അപ്പം ചേട്ടനായ ആ പഴക്കം തന്നെ ഉണ്ടല്ലേ? അപ്പൊ ചേട്ടന് അത്യാവശ്യം ഈ പാലായുടെ കാര്യങ്ങളൊക്കെ പറയാമല്ലോ. പ്രോപ്പർ സ്ഥലം 12ാം മൈൽ അല്ലേ? അപ്പൊ പാലായിലെ വിശേഷങ്ങള് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ്. അപ്പൊ പാലായെ കുറിച്ച് 2 വാക്ക്.
പറഞ്ഞാല് ഇപ്പൊ പഴയ പാലയല്ല, ഇപ്പൊ പുതിയ പാലയാണ്. പാല മൊത്തം മാറി, മൊത്തം പാല അടിപൊടി മാറി. മുറേറ്റം മാറിയിട്ടുണ്ട്. മാണിസാറായിട്ടും ഒക്കെ നല്ല രീതിയിൽ വഴികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി. വഴികളും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ നല്ല, ഏതായാലും ബ്ലോക്കിന് ഒരു കുറവുമില്ല. ബ്ലോക്കിന് അത് വണ്ടിയുടെ തിരക്കാണ്. വണ്ടി അത് പുരോഗമിക്കുന്ന വണ്ടി കൂടുതൽ. അതെ അതെ. അപ്പൊ റോഡിന് വീതി ഇല്ലാണ്ടാവുന്നു. അങ്ങനെയൊക്കെയുള്ള കേസിട്ടേ ഉള്ളൂ. മാണി സാറിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? നല്ലൊരു അഭിപ്രായം. നല്ല അഭിപ്രായം. അതെ അതെ. മാണി സാർ, ജോസ് കെ മാണി സാറിനെ പറ്റിയോ? വലിയ കുഴപ്പമില്ല, നല്ല അഭിപ്രായം തന്നെയാണ്. ജന പിന്തുണയുള്ള ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഒരു കുസൃതി ചോദ്യം ഞാൻ ചോദിക്കാം. കറക്റ്റ് ഉത്തരം പറഞ്ഞാല് ഒരു അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, ചോദിക്കട്ടെ. മീനെ പിടിച്ച് കരക്കിട്ടാൽ എന്ത് സംഭവിക്കും? കുസൃതി ചോദ്യം, ഒന്ന് ഇത്ര ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. മീനെ പിടിച്ച് കാക്ക വല്ലതും എടുത്തോണ്ട് പോവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ചത്തുപോകും. മണ്ണ് പറ്റും. ഓ, കറക്റ്റ് ഉത്തരം. ആ പേര് പറഞ്ഞു ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കറക്റ്റ് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. ഒരു അടിപൊളി സമ്മാനം കൊടുത്താലോ? കൊടുക്കണോ? കൊടുത്തേക്കാം അല്ലേ, പാവല്ലേ? അപ്പൊ കറക്റ്റ് ഉത്തരം പറഞ്ഞ ഉണ്ണികൃഷ്ണൻ ചേട്ടൻ നമ്മള് ട്രാവലിംഗ് ടൂർസിന്റെ ഭാഗം ഒരു അടിപൊളി സമ്മാനം കൊടുക്കുവാണ്. എന്നാ പിടിച്ചോ, ഹാപ്പി ആയില്ലേ? അപ്പൊ ഉണ്ണികൃഷ്ണൻ ചേട്ടാ, ഒരൊറ്റ കാര്യം കൂടെ ചോദിക്കാം. അപ്പം നമ്മുടെ ഈ പാലായിലെ നമ്മുടെ ജ്വല്ലറി ആവശ്യങ്ങൾക്ക്, അതായത് സ്വർണ്ണത്തിന്റെ ഒരു ആവശ്യം നമ്മൾ വരുവാണെങ്കിൽ ഇവിടെ നമുക്ക് പാലായി വന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ഏറ്റവും നല്ലൊരു ഷോപ്പ് ഏതാ? നമ്മുടെ വിലക്കുറവാണെങ്കിലും അതുപോലെ കളക്ഷന്റെ കാര്യത്തിനാണെങ്കിലും. ഒരുപാട് ഷോപ്പ് ഉണ്ട്. എങ്കിൽ പോലും നമുക്കിപ്പം പരിചയം കാര്യം വെച്ച് നോക്കുമ്പോൾ പഴയ ആളെന്ന് വെച്ച രീതിയിലൊക്കെ മൂഴേ ജ്വല്ലറി കുഴപ്പമില്ല, അത്യാവശ്യം വലിയ കുഴപ്പമില്ല. അവിടുത്തെ സ്റ്റാഫുകളും ആൾക്കാരും ഒക്കെ നല്ലപോലെ നമ്മുടെ സഹകരണം കാര്യങ്ങളും നമുക്ക് സാധനങ്ങൾ കളക്ഷൻ ഉണ്ട്. ഓക്കെ, താങ്ക് യു. ഹായ്, നമസ്കാരം പ്രേക്ഷകരെ. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാ മെയിൻ റോഡ് ജംഗ്ഷനിലുള്ള സ്വർണ്ണ കൊട്ടാരത്തിന്റെ മുൻപിലാണ്. ഇവിടുത്തെ പാലയിലെ നാട്ടുകാരുടെ അഭിമാനമായ സ്വന്തം മൂഴയിൽ ജ്വല്ലറിയുടെ മുമ്പിലാണ്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളിലേക്ക് പോവാം. ബാ. പ്രേക്ഷകരെ, മൂഴയിൽ ജ്വല്ലറിയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോവാണ്. അതിന് മുമ്പ് നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. നമസ്കാരം. എന്നാണ് വാർത്ത? പേരെന്ന് പറയാം. സിജോ. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം അറിഞ്ഞു വന്നാണ്. എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കും. എല്ലാ ഐറ്റവും ഉണ്ട്, എല്ലാം കാണിച്ചു തരാം. ആദ്യം നമ്മളെ കാണിക്കാൻ പോകുന്നത് ആദ്യം ഇത് സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി അടിപൊളി ഐറ്റമാണ്. നല്ല ഐറ്റമാണ്. സൂപ്പർ ആട്ടോ. നല്ല പല മോഡലുകളുള്ള പല ഐറ്റങ്ങളും ഇതിന്റെ തന്നെ പല മോഡലുകളുണ്ട്. ഒരുപാട് മോഡൽ. പിന്നെ ആന്റിക്കിന്റെ ഉണ്ട്, ഇത് ടർക്കിഷിന്റെ ഉണ്ട്. ആന്റിക് മോഡൽ ആയതല്ലേ? അതെ അതെ. വെഡിങ് കളക്ഷനും ലൈറ്റ് വെയിറ്റും എല്ലാം. ഇത് ടർക്കിഷ് എന്ന് പറയും. ടർക്കിഷ് മോഡൽ ഇറങ്ങിയിരിക്കുന്നതാണ്. കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്. പക്ഷേ ടർക്കിഷ് മോഡൽ അത് വെറൈറ്റി ആണ്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചോക്കർ ഐറ്റമുകളെല്ലാം ഉണ്ട്. ഇതുണ്ടോ പുതിയ സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി, പുതിയ മോഡലുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നതാണ്. ഇത് സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി. സ്റ്റേറ്റ്മെന്റ് അടുത്ത് നമുക്ക് വെറൈറ്റി ആയിട്ട് പല എല്ലാ മോഡലുകളും ഉണ്ട്. എന്ത് മോഡൽ ചോദിച്ചാലും ഇവിടെ ഉണ്ട്. ഏത് മോഡലും ഏത് വെയിറ്റിലും നമുക്കിവിടെ ലഭ്യമാണ്. കളക്ഷനുകൾ ലൈറ്റ് വെയിറ്റ് മുതൽ ഏത് വെയിറ്റ് വരെ ഉള്ളത് നമുക്കിവിടെ ഉണ്ട്. പിന്നെ വരുന്ന രാജ്കോട്ട് ഉണ്ട്, എല്ലാ കാശിമാലയുണ്ട്. കാശിമാലയുടെ പഴയ മോഡലാണെങ്കിലും ഇപ്പോഴും അതിന്റെ ഇതെല്ലാം ഇപ്പോഴും ഉള്ളത് ഡിമാൻഡുള്ളത്. പുതിയൊരു ഐറ്റം കാണിക്കട്ടെ. ഇനി ഐറ്റം ഇഷ്ടം പോലെയല്ലേ കിടക്കുന്നത്. ചോക്കറിന്റെ ഐറ്റം ആണ് ഇതെല്ലാം ഇവിടെ ഉള്ളത്. ലൈറ്റ് വെയിറ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി ഉണ്ട്, ആന്റിക് ഉണ്ട്, രാജ്കോട്ട് ഉണ്ട്, ചെട്ടിനാടുണ്ട്. എല്ലാ ഐറ്റങ്ങളും കളക്ഷൻ നമുക്കുണ്ട്. പുതിയ മോഡൽ വന്നിരിക്കുന്നതാണ്. സ്റ്റേറ്റ്മെന്റ് ജ്വല്ലറി ആണിത്. ചെറിയ ലൈറ്റ് വെയിറ്റ് വരുന്ന മോഡലുകളാണ് ഇതെല്ലാം. ഏറ്റവും പുതിയ മോഡലുകളാണ്. നല്ല ഭംഗിയുള്ള മോഡലുകളാണ്. ഇതിന്റെ സ്റ്റോക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇവിടെ കളക്ഷൻസ് ഉണ്ട്. കളക്ഷൻസ് നമുക്കിവിടെ ഉണ്ട്. ഇത് രാജ്കോട്ടിന്റെ മോഡലാണ്. ഇത് കൊളുത്തു വെച്ച എല്ലാ ഐറ്റങ്ങളും നമുക്കിവിടെ ഉണ്ട്. എല്ലാ വെയിറ്റുകളിലും എല്ലാ ലൈറ്റ് വെയിറ്റും നമുക്കിവിടെ ഉണ്ട്. ഇത് പിന്നെ ടർക്കിഷ് മോഡലാണ്. ടർക്കിഷിന്റെ എല്ലാ ടൈപ്പുകളും നമുക്കുണ്ട്. ഇത് സാർവാങ്കിൽ മോഡൽ വരും. ചേട്ടാ, ഇവിടുത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞു? ഇല്ല, കഴിഞ്ഞില്ല. ഇനിയല്ലേ കാണാൻ കിടക്കുന്നത്. കിടക്കുമല്ലോ മുകളിലാണ് കാഴ്ച. മുകളിലേക്ക് പോവാം. അപ്പൊ പ്രേക്ഷകരെ, ഇവിടുത്തെ കാഴ്ചകൾ തീർന്നു. ഇനി അടുത്ത കാഴ്ച നമുക്ക് മുകളിലാണ്. അടിപൊളി കേട്ടോ.
മൂഴയിൽ ജ്വല്ലറി കളക്ഷനുകളുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. കമ്മലുകളുടെയും മോതിരങ്ങളുടെയും കൈച്ചെയിനുകളുടെയും ഒക്കെ ഒരു ശേഖരമാണ് നമുക്കിവിടെ കാണാനുള്ളത്. ഒരു രക്ഷയില്ല കേട്ടോ. സിജോ ചേട്ടാ ഒന്നെല്ലാം ഒന്ന് കാണിക്കാം. കളക്ഷന്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല കേട്ടോ. അതല്ലേ മൂഴയിൽ ജ്വല്ലറി. മൂഴയിൽ ജ്വല്ലറിയുടെ പ്രത്യേകതയാണ്. ആ മോതിരമൊക്കെ ഒന്ന് കാണിക്കാം നമ്മളെ. മോതിരം ഏത് വേണേലും ഉണ്ടല്ലോ. സ്റ്റോൺ വെച്ചതുണ്ട്, സ്റ്റോൺ ഇല്ലാത്തതുണ്ട്, ലൈറ്റ് വെയിറ്റ് ഉണ്ട്. ഏത് മോഡലിലും നമുക്കിവിടെ എന്ത് വേണേലും നമുക്കിവിടെ ലൈറ്റ് വെയിറ്റ് മുതൽ മോൾഡിങ് ഏത് മോഡലും ആനവാല എല്ലാം ഉണ്ട്. എല്ലാ മോഡലും നമ്മൾ ചെയ്തു തരുന്നത്. വെഡിങ് റിങ്ങിന്റെ കളക്ഷൻസ് ആണെങ്കിൽ നമുക്ക് 50-ൽ പരം കളക്ഷൻസ് നമുക്ക് ഇപ്പോൾ ഇവിടെ നിലവിലുണ്ട്. പിന്നെ മോഡൽസുകൾ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതും കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നതാണ്. ഏത് മോഡലിലും ഏത് ഓർഡറിലും ചെയ്ത് കൊടുക്കും. കപ്പിൾ റിങ്ങുകളുണ്ട്. എല്ലാ മോഡൽസുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതല്ലേ എടുക്കേണ്ടത്. കമ്മലുകളുടെ വെറൈറ്റികളാണല്ലോ. നല്ല ഭംഗിയുണ്ട്. ഇതൊന്നും അല്ല കളക്ഷൻസ് കിടക്കുന്നതുണ്ടോ, അതിവിശാലമായാണ് ഇവിടെ കിടക്കുന്നത്. വിശാലമായ ചാകരയല്ല, പ്രേക്ഷകരെ നോക്കി കേട്ടോ. കമ്മലുകളുടെ ചാകരയാണ്. പ്രേക്ഷകരെ ജെൻസിന്റെ മാത്രമല്ല ലേഡീസിനും അതുപോലെ കുട്ടികൾക്കും ആയിട്ടുള്ള നിരവധി കളക്ഷൻസുകളാണ് നമുക്കിവിടെ ബ്രേസ്ലെറ്റിന്റെ കാണാനായിട്ടുള്ളത്. ചേട്ടാ മാലകളുടെ മോഡലുകളാണ് ഇരിക്കുന്നത്. എല്ലാ മോഡലും ഉണ്ടോ? എല്ലാ മോഡലും ഉണ്ട്. ലൈറ്റ് വെയിറ്റ് മുതൽ നമുക്ക് എല്ലാ വെയിറ്റുകളിലുള്ള മാലകളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് 80 കാരറ്റിന്റെ മാലകളുണ്ട്. പിന്നെ ലോക്കറ്റുകളുണ്ട്. എന്തെല്ലാം മോഡലുണ്ടോ അതെല്ലാം നമുക്കിവിടെ മുഴുവൻ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു കംപ്ലീറ്റ് ജ്വല്ലറിയിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത്. സമയപരിമിതി മൂലം നമുക്ക് ഒരുപാട് ഐറ്റംസ് കാണിക്കാൻ പറ്റിയില്ല. പാലായെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അസറ്റ് തന്നെയാണ് മൂഴയിൽ ജ്വല്ലറി. അപ്പോൾ സിജോ ചേട്ടാ, നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ ഷോപ്പ്? അല്ല, അടുത്ത് തന്നെ നമ്മുടെ ഡയമണ്ടും സിൽവറും മാത്രമായി അതിവിശാലമായ ഒരു ഷോറൂം തന്നെ നമുക്കുണ്ട്. അപ്പോൾ സിജോ ചേട്ടാ, ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളെല്ലാ കളക്ഷനും അടിപൊളിയായിട്ട് ഞങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തന്നു. അപ്പോൾ പ്രേക്ഷകരെ, മൂഴയിൽ ജ്വല്ലറിയുടെ സീനിയർ സ്റ്റാഫായ സിജോ ചേട്ടനാണ് നമ്മളെ എല്ലാം വളരെ ഭംഗിയായിട്ട് നമ്മളെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു. അപ്പം ഈ പാലായിലുള്ള, അതായത് പാലായിലുള്ള എല്ലാ ആൾക്കാരും മൂഴയിൽ ജ്വല്ലറിയുടെ സേവനങ്ങൾ പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. അപ്പം ഇവിടെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം പാലായിലെ അടുത്ത പുതിയ വിശേഷങ്ങളുമായി നമ്മൾ പോവാണ്. ബാ, നമുക്ക് പാലയെ കുറിച്ച്, പാലയുടെ ചരിത്രങ്ങൾ അറിയാവുന്ന ചേട്ടനെ കിട്ടുന്നുണ്ട്. നമുക്ക് പരിചയപ്പെട്ടാലോ? ചേട്ടാ നമസ്കാരമുണ്ട്. നമസ്കാരം. ആ പേരൊന്ന് പറയാമോ? എന്റെ പേര് അപ്പച്ചൻ. അപ്പച്ചൻ അല്ലേ? ആ കണ്ണാടി മീശയൊക്കെ എന്നെ അടിപൊളിയാണ്. അപ്പൊ അപ്പച്ചൻ ചേട്ടാ എവിടാ താമസം? പ്രോപ്പർ വള്ളിച്ചിറ, വൈക്കം റൂട്ട് വള്ളിച്ചിറയാണ്. വൈക്കം റൂട്ട് വള്ളിച്ചിറയാണ് താമസം. വള്ളിച്ചിറ. അപ്പം ഈ പാലായിലും ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. എത്ര വയസ്സായി? എനിക്ക് 68 വയസ്സായി. 68 വയസ്സാകുമ്പോൾ കാര്യമായിട്ട് നമുക്ക് പറയാം. പാലായെ കുറിച്ച്, പാലായിലെ നാടും നാട്ടുകാരും യാത്രകളുമാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പം പാലായെ കുറിച്ചൊരു, പാലാ ടൗണിൽ ഞാൻ 12 വർഷം ഓട്ടോ ഓടിച്ചത്. അപ്പൊ പിന്നെ പാലായിലെ വഴികളും എല്ലാം അറിയാം. കാണാപ്പാടാ. മാണിസാർ എന്റെ മണ്ഡലത്തിലെ ആളാ. മാണിസാറിന്റെ മണ്ഡലത്തിലെ ആളല്ല? മണ്ഡലത്തിലെ ആളാ. അപ്പൊ പറഞ്ഞു പാലായെ കുറിച്ച്. പാലായ മാണിസാർ ഞങ്ങളുടെ ഈ ടൗണിന് വേണ്ടിയിട്ടും ഈ ജില്ലക്ക് വേണ്ടിയിട്ടും ഈ സംസ്ഥാനത്തിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് ആളാണ്. ഏതൊരു വീട്ടിലും മാണിസാർ കയറി ചെല്ലും. മാണിസാറിനെ കുറിച്ച് 100 നാക്കാണ്. ഈ ചേട്ടനെ കൂടെ നമുക്ക് പരിചയപ്പെടാം. ചേട്ടൻ പേരെന്ന് പറയാം? എന്റെ പേര് ഷാജി. ഷാജി, എവിടെ താമസിക്കുന്നത്? ഞാനിവിടെ ചൂണ്ടച്ചേരി. എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ IOC വർക്ക് ചെയ്യാം. ആണല്ലേ? അപ്പം പിന്നെ ഇവിടെ അടുത്ത് തന്നെ താമസം? ഞങ്ങളുടെ മണ്ഡലം തന്നെ ഇത് തന്നെ മണ്ഡലം തന്നെ. അപ്പൊ പാലയെ കുറിച്ച് ഒരു 2 വാക്ക് പറഞ്ഞു. പാലയെ പറ്റി നല്ല സൂപ്പറാണ്. ഞങ്ങളുടെ പാല സൂപ്പറാണല്ലേ? പാല അടിപൊളിയാണ് കേട്ടോ. കേരളത്തിലെ ഏറ്റവും ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിലെ റോഡുകള് ഈ റോഡ് ഞങ്ങളുടെ മണ്ഡലത്തിലാണ് ഏറ്റവും സൂപ്പർ. ഏറ്റവും പക്കാ റോഡ് നമ്മുടെ മണ്ഡലത്തിലാണ്. ഏത് കുടിസ് പോയാലും മൂവാറ്റുപുഴ ഹൈവേ ഇതിലാണ് കടന്നു പോകുന്നത്. അല്ല, ഏത് പാലാ മണ്ഡലത്തിലെ ഏത് കുടിസ് റോഡ് എടുത്താലും ഓക്കെ. അത് വേറെ ജില്ലയിൽ നിന്ന് വരുന്ന ആൾക്കാർ തന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കുടിസ് റോഡ്. ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോ ഓരോരുത്തർ പറയും നമുക്ക് നല്ല അഭിപ്രായം. നല്ല സൂപ്പർ. പ്രിയ പ്രേക്ഷകരെ, നമുക്ക് ഇവിടുന്ന് പാലായിലെ 2 സഹോദരിമാരെ കണ്ടിരിക്കുകയാണ്. നമുക്ക് അവരോടൊന്ന് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. ഹായ് ചേച്ചി, നമസ്കാരം. നമസ്കാരമുണ്ട് ചേച്ചി. നമസ്കാരമുണ്ട്. പേരെന്ന് പറയാമോ? ഇതാ. എവിടെ സ്ഥലം? മേലമ്പാറ. എന്നാ ടൗണിൽ സാധനം മേടിക്കാൻ ഇറങ്ങിയതാ അല്ലേ? ചേച്ചി പേര് പറഞ്ഞില്ല. എന്റെ പേര് അഞ്ചു. എവിടെ സ്ഥലം? എന്റെ ഈരാറ്റുപേട്ടയാണല്ലേ? ഈരാറ്റുപേട്ടയും പ്ലാസ്റ്റിനും പനക്കപ്പാറെന്ന് പറയും. ഇപ്പൊ ഇവിടെ ഞങ്ങൾ ഒരു സാധനം മേടിക്കാൻ, കുറച്ച് എല്ലാരും കൂടെ ഒരു പരിപാടിക്ക് സാധനം മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ?
അപ്പം നമ്മുടെ ഈ പാലായിലെ വിശേഷങ്ങളും യാത്രകളുമാണ് നമ്മുടെ പ്രോഗ്രാം. അപ്പൊ പാലയെ കുറിച്ച് എന്തെങ്കിലും രണ്ടുപേർക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റും? രണ്ടുപേരും പറഞ്ഞു. പാല നമ്മുടെ സ്വന്തം നാട്. നമ്മുടെ ഏതൊരു ആവശ്യത്തിന് എന്ത് ആവശ്യത്തിന് ഓടി വരാൻ ഏറ്റവും അടുത്തുള്ള ഒരു പട്ടണം എന്ന് തന്നെ പറയാം. നമ്മൾ എന്തോ ഒരു ആവശ്യത്തിന് വികസിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങൾ തോറും വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണ് പാലാ പട്ടണം. പാലാന്ന് എല്ലാ എവിടെ ചെല്ലും പാലക്കാരാന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ പാലക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അഭിമാനമല്ലേ? പാലക്കാരെന്ന് പറയുന്നത് തന്നെ ഒരു അഭിമാനം. എവിടെ ചെന്നാലും ചോദിക്കും പാലക്കാരാണോ എന്ന് ചോദിക്കുമ്പോൾ പറയും നിങ്ങൾ പാലാന്നാണോ എന്ന് ചോദിക്കും. പാലാ മാണിസാറിനെ കുറിച്ച് നമ്മുടെ സ്വന്തം മാണി സാറ് എപ്പോഴും ഒരു ഓർമ്മയാ മാണി സാറിനെ കുറിച്ച്. വികാരം തന്നെയാണ് മാണിസാറിന്റെ നാട്ടുകാരിയാണോ എന്നാ ചോദിക്കും. അത് പറയാൻ നമുക്ക് ഭയങ്കര ഒരു അഭിമാനം തന്നെയാണ്. ഇപ്പം മാണിസാറില്ല. ഇപ്പം മാണിസാറിന്റെ മകനാണല്ലോ, ജോസ് കെ മാണിസാറാണുള്ളത്. അപ്പം സാറിന്റെ ഒരു പിൻതലമുറക്കാരനായിട്ട് നമുക്ക് സാറിനെ പോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? കാണാൻ പറ്റും. ഓരോ നിമിഷം തോറും പല വികസിച്ചുകൊണ്ട് വരുന്നു. മാണി സാറിന്റെ ബാക്കി പത്രം എന്ന് തന്നെ പറയാം. ജോസ് കെ മാണി സാറ് വികസിച്ച് പാല നമുക്ക് ഒത്ത ഒരു മെട്രോ സിറ്റി തന്നെ അല്ലേ? അപ്പൊ നമുക്ക് ജോസ് കെ മാണി സാർ നമുക്ക് അടുത്ത മന്ത്രിയായിട്ട് വരട്ടെ. വീണ്ടും പുതിയതായിട്ട് ഒരുപാട് വികസനങ്ങൾ നമുക്ക് നടക്കട്ടെ. ചേച്ചി പാലയെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം. ചേച്ചി പറയാം തന്നെയാണ്. പാല എന്ന് പറയുമ്പോഴത്തേനും കേൾക്കുമ്പോഴത്തേനും എല്ലാവർക്കും ഒരു നിങ്ങൾ പാലായിന്ന് അച്ചായത്തിയാണോന്നോ അതൊക്കെ അച്ചായത്തിയാണോന്ന് ചോദിക്കും അല്ലേ? അതാണ് പാല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമുക്ക് വെയിറ്റ് ഉള്ള സ്ഥലമാണ് അല്ലേ? അപ്പൊ നിങ്ങളാകുമ്പം സൗന്ദര്യ സങ്കല്പങ്ങളില് പെണ്ണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവർക്ക് ഭയങ്കര വീക്ക്നെസ് ആണ്. അപ്പം അതായത് നമ്മുടെ ഈ പാലായില് ബ്യൂട്ടി പാർലറിനെ നമ്മൾ തിരക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഓടി വരുന്ന അറിയാൻ പറ്റുന്ന ഒരു ബ്യൂട്ടി പാർലർ ഏതാണെന്ന് പറഞ്ഞുതരാം. സ്റ്റുഡിയോ. ചേച്ചി ഏതാ? സ്റ്റുഡിയോ തന്നെ. സ്റ്റുഡിയോ എല്ലാവിധ നമുക്ക് സജ്ജീകരണങ്ങളോടുള്ള ഒരു സ്റ്റുഡിയോ ആണ് അല്ലെ? മറ്റാവശ്യങ്ങളൊക്കെ ചെല്ലുമ്പോഴത്തേക്കുള്ള എല്ലാ ആവശ്യങ്ങൾക്കും ഒരു കുടക്കീഴിൽ എന്ന പോലെ എല്ലാ ആവശ്യങ്ങളും ഒത്തൊരുമിച്ച് നമ്മുടെ അടുത്ത് കിട്ടുന്ന ഒരു സ്റ്റുഡിയോ ബ്യൂട്ടി പാർലറാണ് സ്റ്റുഡിയോ അല്ലേ? ഓക്കെ, താങ്ക് യു വെരി മച്ച്. കാണാം. ഹലോ പ്രേക്ഷകരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലാ KSCB തൊട്ട് ചേർന്നുള്ള സ്റ്റുഡിയോയുടെ മുൻപിലാണ്. വെറും സ്റ്റുഡിയോ അല്ല, മേക്കപ്പ് സ്റ്റുഡിയോ ആൻഡ് സലൂണ്. അതായത് പാലായിലെ തന്നെ നമ്പർ 1 മേക്കപ്പ് സ്റ്റുഡിയോ. ദിസ് സ്റ്റുഡിയോ ഹെയർ മേക്കപ്പ് ആൻഡ് നെയിൽസ് സ്പായിലെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് നേരിട്ട് മനസ്സിലാക്കാം. ബാ. ഹായ്, നമസ്കാരം. ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ. ട്രാവലിംഗ് തോട്ട്സ് എന്ന യൂട്യൂബ് ചാനൽ എന്ന പ്രോഗ്രാമിൽ നിന്ന് വരുവാണ്. ഇവിടുത്തെ നെസ്റ്റ് സ്റ്റുഡിയോയുടെ വിശേഷങ്ങളും ഇവിടുത്തെ ഫെസിലിറ്റീസുകളൊക്കെ ഞങ്ങളുടെ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വന്നത്. അപ്പോൾ ഇവിടുത്തെ ഓണർ നികിത മാഡം എവിടാ താമസിക്കുന്നത്? കാർമൽ ഹോസ്പിറ്റലിന്റെ അവിടെ അല്ലേ? നമുക്കൊന്ന് കാണാൻ പറ്റുമോ? നികിത മാഡം ഇവിടെ ഇല്ലല്ലേ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാം ഇതൊക്കെ ഒന്ന് കാണിക്കുന്ന ആരാ? ആരാ ഉള്ളത്? പ്രോഗ്രാം മാനേജർ ഉണ്ടല്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇവിടുത്തെ ഓണറായ നികിത മാഡം ഇവിടെ ഇല്ല എങ്കിലും ഇവിടുത്തെ എല്ലാ വിശേഷങ്ങളും മാനേജരോട് ചോദിച്ച് എല്ലാം നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ബാ. ഹലോ മാഡം, നമസ്കാരം. മാഡം, നെസ്റ്റ് സ്റ്റുഡിയോയുടെ വിശേഷങ്ങൾ അറിയാൻ വന്നതാണ്. ഇവിടുത്തെ എല്ലാ ഫെസിലിറ്റീസുകളും ഞങ്ങൾക്ക് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കണം. അതിനു മുമ്പായിട്ട് മാഡത്തിന്റെ പേര്? എന്റെ പേര് രമ്യ. എവിടെ സ്ഥലം? തൊടുപുഴയാണല്ലേ? അപ്പോൾ നമ്മുടെ ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിരുന്നു? സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ 10 മന്തായി. ഡിസംബർ 1 ഇനാഗുറേഷൻ. നമ്മൾ നെക്സ്റ്റ് സ്റ്റുഡിയോ എന്ന് പറയുന്നത് യൂണിസെക്സ് സലൂൺ ആണ്. നമുക്ക് ഇവിടെ ഹെയർ കളറിംഗ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ഫേഷ്യൽ, ഹെയർ കട്ട് ആൻഡ് നെയിൽ സെക്ഷൻ, വാക്സിംഗ്, ത്രെഡിംഗ്, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, എവറിത്തിങ്. മൊത്തത്തിൽ എല്ലാ പാക്കേജും നമുക്കിവിടെ ഉണ്ട്. നമുക്ക് ലേഡീസിനായിട്ട് ഇവിടെ ഫേഷ്യൽ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ, സ്പാ, നെയിൽസ്, വാക്സിംഗ്, ത്രെഡിംഗ്, എവറിത്തിങ് ഇസ് ഹിയർ ഫോർ ഫീമെയിൽസ്. മാഡം, നമ്മൾ ബ്രൈഡലിന്റെ മേക്കപ്പ് ഒക്കെ നമ്മളിവിടെ ചെയ്യുന്നില്ലേ? അതുപോലെ അതിന്റെ സെക്ഷൻ ഒക്കെ എവിടെ ആയിട്ടാ? അത് ആക്ച്വലി ഇവിടെ ഇത് പുതിയ സ്റ്റുഡിയോ ആണ്. ചെയ്യുന്നത് ഒരു 5 minutes ജേർണി ഉണ്ട് ഇവിടുന്ന്. ഹൗസിലെ സ്റ്റുഡിയോ അടുത്ത് തന്നെയാണ്. ഹൗസിലുള്ള സ്റ്റുഡിയോയിലാണ് ബ്രൈഡ് മേക്കപ്പ് എല്ലാം ചെയ്യുന്നത്. ക്ലയന്റ് എങ്ങനെയാ? നമ്മൾ പോയി ചെയ്യുന്നുണ്ടോ അതോ? പോയി ട്രാവൽ ഇല്ല. ക്ലയൻസ് നമ്മുടെ ഹൗസിലെ സ്റ്റുഡിയോ വന്നാ ചെയ്യുവാണ്. മാഡം, ഇതെന്നാ മാഡം സംഭവം? കൊള്ളാനുള്ള രസമുണ്ടല്ലോ കാണാൻ.
സാർ ഇത് നെയിൽ സെക്ഷനാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ജെൽ പോളിഷ് ആണ് ഇവിടെ ഉള്ളത്. ഗ്ലിറ്റർ പോളിഷ് ആൻഡ് കാറ്റെ, ഫ്രഞ്ച്, എവറിത്തിങ് ഈസ് ഹിയർ. ഇതെല്ലാം നമ്മുടെ ഇതേ കളർ നമ്മുടെ നെയിലേ ചെയ്തു തരും. യെസ് ഷുവർ. അപ്പം മാഡം നമുക്ക് അടുത്ത സെക്ഷനും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞങ്ങളെ പ്രേക്ഷകരെയും കൂടെ നമുക്കൊന്ന് കാണിച്ചു തരാം. ഷുവർ സാർ. പ്രേക്ഷകരെ നിസ് സ്റ്റുഡിയോയുടെ അകത്തെ കാഴ്ചകളാണ് നമുക്ക് കാണാം. ഓരോ സെക്ഷനും മാഡം നമുക്ക് പറഞ്ഞു തരും. മാഡം തുടങ്ങാം. Sir, this is a pedicure section, pedicure and manicure. Here pedicure and here is manicure section. Both here is also pedicure and manicure section. Here section is hair washing. Hair washing. Both chairs. Okay, madam. മാഡം ഇതൊക്കെ എന്താന്ന് പറയാമോ? സർ ദിസ് എവറിത്തിങ് ഈസ് ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് ആണ്. ആഫ്റ്റർ ബോട്ടോക്സ്, കളറിംഗ് ആൻഡ് സ്പാ ആൻഡ് എവറിത്തിങ് ആഫ്റ്റർ കെയർ ആണ്. നമുക്കിവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ഹെയർ കളറിങ്ങിനുള്ള പ്രൊഡക്ട്സും വാഷിങ്ങിൻ്റെ പ്രൊഡക്ട്സുമാണ്. ദെൻ പിന്നെ നമ്മൾ ആപ്ലിക്കേഷൻ ടൈമിൽ എടുക്കാനുള്ള ക്രീംസ്, ഹെയർ വാഷിൻ്റെ ടൈമിൽ എടുക്കാനുള്ള പ്രൊഡക്ട്സ്, എവറിത്തിങ് ഈസ് സെറ്റിംഗ് ഹിയർ. നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്പായുടെ ആഫ്റ്റർ കെയർ പ്രൊഡക്ട്സ് എല്ലാമാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മാഡം ഹെയർ കട്ടിംഗ് ഒക്കെ ഇവിടെ ചെയ്യുന്നല്ലേ? അതെ, ഹെയർ കട്ട് ആൻഡ് ഹെയർ കളറിംഗ് ആൻഡ് ഹെയർ ബോട്ടോക്സ് ട്രീറ്റ്മെന്റ് ആപ്ലിക്കേഷൻ എല്ലാം ഈ ചെയറിലാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മുടെ സ്പാ ആൻഡ് ഹെയർ കട്ട് റൂം ആണ്. അടുത്ത റൂം അല്ലേ? യെസ്, പ്ലീസ് കം സർ. ഓക്കേ. ഇവിടെ അല്ലേ സ്പാ ഹെയർ കട്ട്. പക്ഷേ നമ്മുടെ സ്റ്റുഡിയോയുടെ അകം കണ്ടോ, എന്ത് രസമല്ലേ? നല്ല ഭംഗിയായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങൾ റെഡിയാക്കിയേക്കുന്നത്. കസ്റ്റമർ എത്ര ആയാലും വന്നു കഴിഞ്ഞാൽ ഒരു നല്ല കംഫർട്ട് ആയിരിക്കും. മാഡം നമുക്ക് ഹെയർ മസാജിങ് ഉണ്ടോ? ഉണ്ടല്ലേ? അത് നമ്മൾ എങ്ങനെ? ഇവിടെ ചെയറിലാണ് ഹെയർ മസാജിങ് ആൻഡ് ഹാൻഡ് ആൻഡ് ലെഗ് എവറിത്തിങ്. അതെ അല്ലേ, ഹെയർ മസാജിങ്, ഹാൻഡ്, ലെഗ് എവറിത്തിങ് ഉണ്ട്. ഇത് അതിന്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ മസാജിങ്ങിന്റെ ആണ്. മാഡം നെക്സ്റ്റ് നമ്മൾ ഇനി ഫേഷ്യൽ സെക്ഷൻ ആണ്. ഫേഷ്യൽ അടുത്ത സെക്ഷൻ അല്ലേ? പ്രേക്ഷകരെ ഫേഷ്യൽ ചെയ്യുന്ന അടുത്ത സെക്ഷനാണ്. ഓരോന്നും ഓരോ സെക്ഷനാണ്. ഇതാണ് ഫേഷ്യൽ റൂം. അടിപൊളി. അപ്പൊ ഇവിടെ ആണ് നമ്മുടെ ഫേഷ്യലും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് അല്ലേ? മാഡം ഇതെന്നാ സംഭവം ഈ വെച്ചേക്കുന്നതൊക്കെ ഒന്ന് പറയാമോ? നമ്മൾ ഹെയർ കളറിംഗ് ആപ്ലിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ ഹീറ്റ് പ്രോസസ്സിന് വേണ്ടി അവിടെ ഇതെല്ലാം സെറ്റ് ആകാൻ വേണ്ടി. ഓക്കെ, ഇതും അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ പ്രേക്ഷകരെ, ബ്യൂട്ടി സംബന്ധമായ എല്ലാവിധ എക്യുപ്മെന്റ്സും നമ്മുടെ നിസ് സ്റ്റുഡിയോയിലുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിസ് സ്റ്റുഡിയോയിലെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും പാലായിലുള്ളവരാണെങ്കിലും ഇതിലെ പോകുന്നവരാണെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നവരും ഇവിടുത്തെ സേവനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഒരുപാട് ഫെസിലിറ്റീസുകൾ നമുക്ക് ഈ നിസ് സ്റ്റുഡിയോയിലുണ്ട്. നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ നമ്മളിവിടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ പാലായിലെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. ബാ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മെയിൻ റോഡ് ജംഗ്ഷനിലാണ് പാലായില്. നമുക്ക് വേണ്ടി കാത്തു നിൽക്കാത്ത ഒരേ ഒരു കാര്യം സമയമാണ്. സമയത്തിന് വേണ്ടി നമുക്ക് എന്താവശ്യം? വാച്ച് വേണം സമയം നോക്കണമെങ്കിൽ. അപ്പം പോപ്പുലർ വാച്ച് കമ്പനി, പാലായിലെ നമ്പർ 1 ആയ ഈ കമ്പനിയുടെ വിശേഷങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കിയേ, ആദ്യ കുർബാന സമ്മാന വാച്ചുകൾ, അതുപോലെ തന്നെ സ്മാർട്ട് വാച്ചുകൾ 50% ഓഫറാണ്. ഇതൊന്നുമല്ല, ഇവിടുത്തെ അതിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അകത്ത് കയറി അറിയാം. പാ. ഹലോ, നമസ്കാരം. നമ്മുടെ വാച്ചുകളുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു വന്ന നല്ല കാര്യം. വാച്ച് ഇഷ്ടംപോലെ വാച്ച്, ഇഷ്ടംപോലെ ഇഷ്ടംപോലെ ഐറ്റം. ആ പേരൊന്ന് പറയാമോ? എന്റെ പേര് അറിയട്ടെ. എന്റെ പേര് സന്തോഷ് ചേട്ടനാണ്. 50 വർഷമായിട്ട് ഇരിക്കുന്നത് ഇവിടെ. അതായത് മെയിൻ റോഡ് ജംഗ്ഷനിൽ പാലായിൽ 50 വർഷമായിട്ട് ഇവിടെ കടയായിട്ടിരിക്കുന്ന നമ്മുടെ ചേട്ടനാണ്. ബിസിനസ് വലിയ കുഴപ്പമില്ല. പാലായെ കുറിച്ച് എന്താ നമുക്ക്? പാലായെന്ന് പറഞ്ഞാൽ മാണിസാറെന്നാണല്ലോ നമ്മുടെ പാലായെ പറ്റി അറിയുന്നത്. എല്ലാരും മാണിസാറിന്റെ കാര്യമാണ്. മാണിസാർ ഒരു വികാരമായിരുന്നു. ഒരു വികാരമായിരുന്നു.
അതൊരു കേസ് കിട്ടുന്നില്ലേ? അതെ അല്ലേ? തന്നെയല്ല നമുക്ക് എപ്പോഴും ഓടിച്ചല്ല. അപ്പൊ സന്തോഷേട്ടാ, ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ ഈ വാച്ച് രംഗത്തിലേക്കുള്ള കടന്നുവരവ് ഒന്ന് പറയാം, അതിനെ കുറിച്ചൊന്നും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കും. പ്രേക്ഷകർക്ക് അത് നമ്മള് 50 വർഷമായി ഞാനിപ്പോ ഈ പരിപാടി തുടങ്ങി. 50 വർഷത്തോളം. 50 വർഷമായി. അതുകൊണ്ട് വെച്ചാൽ നമുക്കുള്ള നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപിടി കസ്റ്റമേഴ്സ് ഉണ്ട്. അന്ന് മുതൽ ഇങ്ങനെ പോരുക. അതായത് നമ്മുടെ കടയിൽ വരുന്നവര് നമ്മുടെ കടയിലേ വരുള്ളൂ. നമ്മള് തന്നെയുമല്ല, നമുക്കൊരു വ്യത്യാസം, വളരെ മര്യാദയ്ക്കുള്ള റേറ്റാണ്. നമ്മുടെ സേവനങ്ങള് കസ്റ്റമേഴ്സിനോട് വളരെ ഇതായിട്ടുള്ള ഒരു പെരുമാറ്റമാണ്. രണ്ടാമത് നമുക്ക് ഇവിടെ റിപ്പയറിംഗ് നമ്മുടെ മെയിൻ ആയിട്ടൊരു ഐറ്റമാണ്. റിപ്പയറിംഗ് വാച്ച് എന്ന് പറഞ്ഞാൽ റാഡോ, സൈക്കോ, സിറ്റിസൺ എന്നുകൊണ്ട് ഏത് വാച്ച് വന്നു കഴിഞ്ഞാലും നമ്മളത് വളരെ ഭംഗിയായിട്ടും ചോദിക്കുവാണ്. നമ്മുടെ കമ്പനി എല്ലാ ബ്രാൻഡ് കമ്പനിയുടെ വാച്ചുകളുണ്ടോ? ഉണ്ട്, കംപ്ലീറ്റ് ആയിട്ട് കമ്പനികളൊക്കെ ഒന്ന് പറയാം. സൈക്കോ, സിറ്റിസൺ, ടൈറ്റൻ, ടൈമിക്സ്, റാഡോ, പഴയ ഒരു മെയിൻ കമ്പനി HMD എന്നൊക്കെ പറഞ്ഞു. HMD ഒക്കെ ഉണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ ചെറുപ്പം സ്കൂളിൽ പഠിക്കുമ്പോൾ ചോദിക്കുന്നത് പക്ഷെ ഇപ്പൊ കൂടുതലും HMD മാറിയിട്ട് ഇപ്പൊ ടൈറ്റൻ, ടൈമിക്സ്, സൊണാറ്റ, ഫാസ്റ്റ് സ്ട്രൈക്ക്, വേറെ പുതിയ ഐറ്റങ്ങളിലേക്ക് പോയി. ഇപ്പൊ കാലം മാറി, ജനത്തിലും മാറി, ജനത്തിന്റെ ഇതും മാറി, ഓരോ പാഷനുകളാണ്, ഓരോ മോഡൽ അനുസരിച്ച്. അതെ, വാച്ച് കിട്ടുന്ന ഒരു വെറൈറ്റി വാച്ചുകളാണ് ഇപ്പൊ ജനത്തിന് വെറൈറ്റി. ഏതെല്ലാം വെറൈറ്റി ഉണ്ടാവും. ഇപ്പൊ കമ്പ്യൂട്ടർ പോലെ ആയല്ലോ വാച്ച്. അതെ, ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഗുണം വെച്ചാൽ ഡെയിലി എന്ന് പറയുന്ന മോഡൽസാണ് വരുന്നത്. മോഡൽസാണ് വരുന്നത്. ഏത് ഐറ്റം വേണം, ഏത് ഐറ്റം ചോദിച്ചാലും ഏത് മോഡൽ വെച്ചാൽ നമ്മുടെ കയ്യിലുണ്ട്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ലൊരു ബ്ലേഡ് മോഡൽ അല്ലേ? സൂപ്പർ ഐറ്റം. ടൈമിക്സിന്റെ അടുത്ത് ഡബിൾ കളർ. സന്തോഷേട്ടാ, ഇതന്നെ വാളും പരിചയാക്കി. ക്ലോക്കിനകത്ത് ഒരു വെറൈറ്റി ഐറ്റം. ഒരു കൊള്ളാൻ കേട്ടോ, നല്ലൊരു ഭംഗിയുണ്ട്. മയിലിന്റെ ഉണ്ട്. ഗിഫ്റ്റ് കൊടുക്കാനുള്ള ഐറ്റം. ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ നല്ല ഐറ്റം അല്ലേ? ചില കഥകളിയുടെ ഒക്കെ ആണ് ചിലടത്തിരിക്കുന്നതാണ്. അതിന് പകരം വാളും പരിചയം. ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് പിന്നെ വെറൈറ്റി ഉണ്ട്. മയില് അതൊന്നും എടുത്ത് കാണിക്കാന്ന് ചേട്ടാ. 50% ഓഫറുള്ള സ്മാർട്ട് വാച്ചുകളാണ് നമ്മളീ കാണുന്നത്. നമ്മുടെ പ്രേക്ഷകരൊന്ന് കണ്ടോട്ടെ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് കടയിൽ വരാമല്ലോ. ഇതുണ്ടോ സ്മാർട്ട് വാച്ചുകൾ? ഇത് ഏത് കമ്പനിയുടെ ആണെന്നാ പറയാം സന്തോഷ് ചേട്ടാ? അത് ടൈമിക്സ്. ഓക്കെ, ഫാസ്റ്റ് ട്രാക്കിന്റെ ആണ് ഇത് സ്മാർട്ട് വാച്ച്. എല്ലാം 50% ഓഫറാണ് കേട്ടോ. സന്തോഷേട്ടാ, എവിടെ കേട്ടോ നമ്മുടെ നമുക്കൊന്ന് കാണാമല്ലോ അല്ലേ? പിന്നെ നമ്മുടെ ആശൻ, മെയിൻ ആശാനാ. ഇവിടെയാണ് 60 വർഷമായി പരിപാടി. 60 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചേട്ടനല്ലേ? പ്രഷറെ അതേ നോക്കിയേ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല, ഇവിടെ ഭയങ്കര സംഭവം തന്നെ കേട്ടോ. ഏറ്റവും ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് മോഡലായിട്ട് ടൈം, ഡേറ്റ്, മന്ത്, ഇയർ, ടെമ്പറേച്ചർ വരെ അറിയാവുന്ന വാക്കാണ് ഇവിടെ. വേറൊരു പുതിയ 2 ഐറ്റം. ഇത് റാഡോ ജെൻസ് അല്ലേ? ജെൻസിന്റെ റാഡോ വാച്ച് ആണ് കേട്ടോ. 2 കളർ, ഗോൾഡും ബ്ലാക്കും. പ്രഷർ ചെയ്തുണ്ടോ? ഇതൊക്കെ വിദേശ നിർമ്മിത സാധനങ്ങളാണ്. റാഡോയാണ്, അതിന്റെ 2 കളർ പാറ്റേൺ ആണ്, ഗോൾഡും ബ്ലാക്കും. എന്താ ഭംഗി നോക്കിയേ! ഇതൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാൽ അത് റിച്ച് ലുക്ക് അല്ലേ? സന്തോഷേട്ടാ, നമ്മുടെ വാച്ചിന്റെ ഗ്യാരണ്ടി, വാറന്റിനെ കുറിച്ചൊക്കെ പിന്നെ കളറിന് നമ്മളിവിടെ മെയിനായിട്ട് മെഷീൻ വാറന്റി, കളർ ഗ്യാരണ്ടി, അത് റീപ്ലേസ്മെന്റ് കൊടുക്കുക. ഒരു വർഷമാണ്. വർഷത്തിന്റെ ഇടയ്ക്ക് കംപ്ലൈന്റ് വന്നത് നമ്മൾ പുതിയ വാച്ച് തന്നെ കൊടുത്തത്. 1 ഇയർ കണ്ടോ? നമുക്ക് പറഞ്ഞു, അതായത് 1 ഇയർ അപ്പൊ തന്നെ റീപ്ലേസ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം പുതിയ സാധനം അങ്ങ് തരും. അപ്പൊ പ്രേക്ഷകരെ, നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാം. അപ്പൊ പൊതുപ്രവർത്തന മേഖലയിലുള്ള ആളാണ്. പറയാം കാര്യങ്ങൾ. എൻ്റെ പേര് ജിഷോ എന്നാണ്. ഞാൻ കേരള യൂത്ത് ഫ്രണ്ട് പാലാ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മുടെ പാലായെ കുറിച്ച് ഒരു 2 വാക്ക്. പാല അതിമനോഹരമാണ്. മാണി സാറിൻ്റെ പാലായാണ്. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. നമ്മൾ എവിടെ ചെന്നാലും പറയുന്നൊരു വാക്ക് മാണി സാറിൻ്റെ പാലാണ്. അതിനപ്പുറത്ത് വേറൊരു വാക്ക് പാലയെ കുറിച്ച് വിശേഷിപ്പിക്കാനില്ല. ആൾക്കാരെല്ലാം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, നല്ല ഭംഗിയായിട്ട് സന്തോഷേട്ടൻ അവതരിപ്പിച്ചു. എന്നാലും സന്തോഷം എത്ര വയസ്സായി? എനിക്ക് 58 വയസ്സ്. 68 വയസ്സ്. ഈ വയസ്സ് 10 വയസ്സ് കുറച്ച് കളഞ്ഞു. എന്താണെങ്കിലും കേട്ടോ, ഇത്രയും നേരം ഞങ്ങള് ഈ വഴി കൂടെ ഇങ്ങനെ നടന്നു, കടകളിൽ കയറി. പക്ഷെ ഇത്രയും വൈബായിട്ട് നമ്മളോട് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ജില്ലയില്ലെന്ന് സംസാരിച്ച സന്തോഷേട്ടനാണ്. അപ്പം നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇവിടെയുള്ള കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. അപ്പം നിങ്ങൾക്കുള്ള സർവീസും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. 1 ഇയർ ഗ്യാരണ്ടി, വാറണ്ടി തന്നിട്ടുണ്ട് നമുക്ക്. അതുകൂടാതെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പുതിയത് നമുക്ക് തന്നേക്കാന്നാണ് സന്തോഷമായിട്ട് നമുക്ക് ഓഫർ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തനം, ഇവിടുത്തെ സേവനം പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പം പാലയിലെ പുതിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം.
പാലായിലെ യാത്രകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. തുടർ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങൾക്ക് അയയ്ക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നവരെ ബൈ.